ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാനക്സ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബേസിലിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പൊന്മാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീധനം, അതിനെപ്പറ്റി ചൊല്ലിയുള്ള കുറച്ച് പരിപാടികളാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതിന്റെ ഈ ഒരു ആർ ഇന്ദുഗോപൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആർ ഇന്ദുഗോപനും അതുപോലെ തന്നെ ജസ്റ്റിൻ മാത്യു എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിട്ടിലൻ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കിട്ടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് വളരെ ചെറിയൊരു എന്നാൽ വലിയൊരു മെസ്സേജ് തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. പടം തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെ നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പടം പോകുന്നുണ്ട്. 2 മണിക്കൂർ 7 മിനിറ്റ് എങ്ങാണ്ടാണ് ഈ ഒരു സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ഈഗോ ക്ലാഷ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ പരിപാടികൾ നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. സ്വർണം കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന ഇതിനു മുമ്പ് ആർട്ട് ഡയറക്ടറോ മറ്റോ ആണ് മൂപ്പരുടെ ആദ്യത്തെ സംവിധാനത്തിൽ എത്തുന്ന പടമാണ് ഈ ഒരു സിനിമ. കിടലൻ വർക്ക് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൽ വരുന്ന മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ആക്ഷൻ കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും പല സാധനങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്, പക്ഷെ അത് ഗംഭീരമായിട്ട് തന്നെ ആള് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിനകത്ത്. വിട്ടു പോകാൻ പാടില്ലാത്ത പെർഫോമേഴ്സ് ഇതിൽ എനിക്ക് 4 പേര് തോന്നി. 4 വേറെ കുറച്ചുണ്ടായി, ഞാൻ പറയാം. ആദ്യം ബേസിലിന്റെ ഒരു എക്സ്ട്രീം വേറൊരു വേർഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സജിൻ ഗോപു, നമുക്കിപ്പോൾ ഒരു അമ്പാൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ട് നമുക്ക് മനസ്സിനകത്ത്. ഈ ഒരു സിനിമ കാണുന്നതോട് കൂടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കിട്ടിലൻ ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഒരു ചായക്കടയിൽ വെച്ചിട്ടുള്ള ഒരു സീനുണ്ട് ബേസിലും ഇങ്ങേരും തമ്മിലുള്ളത്. എൻ്റെ മോനെ പൊളി സാധനം എന്നൊക്കെ പറഞ്ഞാൽ പൊളി സാധനം. അതുപോലെ തന്നെ ലിജോ മോൾ എന്ന് പറയുന്ന ആക്ട്രസ് ഞാൻ വളരെ കുറച്ച് സിനിമയിലാണ് കണ്ടിട്ടുള്ളൂ. ഗംഭീര ഒരു ആർട്ടിസ്റ്റാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് വളരെ സട്ടിലായിട്ട് ചെയ്യുന്ന പല സാധനങ്ങളും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ബേസിലിൻ്റെ അടുത്ത് വിവാഹം കഴിഞ്ഞു പോയിട്ട് ബേസിലിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ 36രുടെ ഏട്ടൻ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ ആനന്ദ് മന്മഥൻ്റെ ഒരു ടെറർ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിനെ പറ്റി പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം. അത് ഗംഭീരമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുന്ന സമയത്തുള്ള അവരുടെ ഒരു പെർഫോമൻസ് ഭയങ്കര ജസ്റ്റിഫയിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഗംഭീരം നമ്മൾ പ്രതീക്ഷിക്കും ഇന്നതാണെന്നുള്ളത്, പക്ഷെ അതേപോലെ നടക്കുന്നുണ്ടെങ്കിലും ആ ക്ലൈമാക്സിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടുണ്ടല്ലോ വേറെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒപ്പം വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. അതിൽ കല്യാണത്തിന്റെ തലേന്നുള്ളൊരു പാട്ട്, ഹെവി സാധനം, നല്ല അടിപൊളി ജിമുട്ടൻ സാധനമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. തിയേറ്റർ വൈബ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ദീപക് പരുമ്പോൾ ആയാലും, അത് ഇപ്പം നേരത്തെ പറഞ്ഞ ആനന്ദ് മന്മഥനായാലും കിട്ടിയ റോള് ഗംഭീരമായിട്ട്. അതിൽ കുറച്ചും കൂടി ഒരു കുറെ ലേയേഴ്സ് ഉള്ളത് ബേസിലിനും അതുപോലെ തന്നെ ആനന്ദ് മന്മഥന്റെ ക്യാരക്ടറിനാണ്. സജിൻ ഗോപു എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത്. അതിൽ സജിൻ ഗോപും ബേസിലും തമ്മിലുള്ള കെമിസ്ട്രി ആണെങ്കിലും ബേസിലും ആനന്ദ് മന്മഥൻ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് പരമ്പോളിന്റെ ക്യാരക്ടർ, ആ ഒരു 2-3 ക്യാരക്ടേഴ്സ് അവർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അമ്മമാരായിട്ട് വന്നിട്ടുള്ള 2 ലേഡീസ്, പേരെനിക്കറിയില്ല, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ ഒരു ഡയലോഗ് ഉണ്ട്, പൊന്നില്ലാതെയുള്ള യഥാർത്ഥ പെണ്ണിനെ കാണാനാണ് ചന്തം, പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എൻ്റെ മോനെ പൊളി സാധനം. ഞാൻ ആ ക്യാരക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു. നല്ലൊരു ഫീല് ഇവർക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ ആ ഒരു സീനിനെ കുറിച്ചൊന്നും ഒരുപാട് പറയുന്നൊന്നുമില്ല, അത് കണ്ടു തന്നെ അറിയാനുള്ളതാണ്. കാരണം അതൊക്കെ ഞാൻ കൂടുതൽ വിവരിക്കാൻ തന്നെ കൂടുതൽ സ്പോയിലറായി പോവും. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ അവർ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് അവർ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഊഹിച്ച ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ഇത്രയധികം സന്തോഷം കിട്ടാൻ കാരണം ആ ഒരു പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കഥയുണ്ടല്ലോ. ആ ക്യാരക്ടേഴ്സ് ഗംഭീരമാണ്, അത്രയധികം നമ്മുടെ ഉള്ളിൽ കയറും. അതുകൊണ്ടാണ് ആ ഒരു സംഭവം. പിന്നെ സ്ത്രീധനത്തിനെ പറ്റിയിട്ടുള്ള ഈ പരിപാടികൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഗ്രാമത്തിലാണ് നടക്കുന്നത് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഇത് ഒറിജിനലായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതൊരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട്
അങ്ങനെ ഒരു ഫിക്ഷൻ, അങ്ങനത്തെ ഒരു ഗ്രാമം ഉണ്ടോയെന്നും അറിയില്ല കൊല്ലത്ത്. പക്ഷെ അങ്ങനത്തെ ഒരു ഫിക്ഷൻ ആയിട്ടുള്ള ഒരു ഗ്രാമത്തിനകത്ത് എന്ത് വേണമെങ്കിലും നടക്കാമല്ലോ, സിനിമയാണല്ലോ. ആ ഒരു സംഭവം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് യാതൊരു നെഗറ്റീവും പറയാനില്ലാതെ അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടിപ്പായിട്ട് എടുത്തു വെച്ചിട്ടുള്ള, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ, ഒരു നല്ല കുറേ മെസ്സേജുകളുള്ള, നല്ല പെർഫോമൻസ് ഉള്ള, എന്താ പറയുക, എല്ലാ ഭാഗം കൊണ്ടും, ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാ ഭാഗം കൊണ്ടും നല്ല അടിപൊളി 1-2 പാട്ടുള്ള, എല്ലാം കൊണ്ടും അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, നല്ല രസമായിട്ട് അവർ നല്ലൊരു നാടൻ അടി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വൈബിൽ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുള്ള മ്യൂസിക് ഒക്കെ കൊടുത്തിരിക്കണുണ്ടല്ലോ, നല്ല നാടൻ സാധനങ്ങൾ, നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിടിലൻ സാധനങ്ങൾ. എന്തായാലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കാം. നാളെയും നല്ല 1-2 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇനി വരുന്നതൊക്കെ നല്ല നല്ല പടങ്ങളാണ്. എന്തായാലും പൊന്മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിനിമയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.